ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനം അയച്ച് നമ്മെ സൗഖ്യമാക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നാം ഒന്നിച്ച് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. പല ആളുകൾ, നമ്മെ അറിയാവുന്നവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാർ പല അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകാറുണ്ട്. നമ്മളോട് പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്. പക്ഷെ ഒരു ദൈവപൈതൽ ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ട് അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്ത് പോവല്ല. ഈ അഭിപ്രായങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് കേട്ടിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അതേ പ്രിയരെ, നാം ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നമ്മൾ വിശ്വസിക്കുന്ന സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46:10 ഇങ്ങനെ പറയുന്നത്: ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ അവസാനം ദൈവത്തിനറിയാം. നമുക്ക് പലതിൻ്റെ ആരംഭമേ അറിയത്തുള്ളൂ, അവസാനം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് പ്രസ്താവിക്കുന്നു. അടുത്തത്, എൻ്റെ ആലോചന നിവർത്തിയാകും. അപ്പം നിവർത്തിയാകുന്ന ആലോചനയാണ് ദൈവത്തിൻ്റേത്. അതേ യെശയ്യാവ് തന്നെ 28:29 എന്തുവാ പറയുന്നതെന്നറിയാമോ? അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുമുള്ളവനാകുന്നു. അപ്പോൾ പ്രവൃത്തിയിൽ വലിയവനും ആലോചനയിൽ അതിശയവും ശക്തിമാനുമായൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് തൻ്റെ ആലോചന അറിയിച്ചു തരും. മാനുഷിക അഭിപ്രായങ്ങൾക്കല്ല ഒരു ദൈവപൈതൽ ചെവി കൊടുക്കേണ്ടത്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കണം. സങ്കീർത്തനം 73:24 നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. കേട്ടോ, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ ആലോചനയാൽ നമ്മെ നടത്തും. അതല്ലേ 32 സങ്കീർത്തനം 8 പറയുന്നത്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും. ആലോചന പറഞ്ഞു തരുന്ന, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുക. എത്രയോ ശ്രേഷ്ഠമല്ലേ ദൈവത്തിൻ്റെ കരുതൽ, എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആമേൻ. കാരണം ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയുടെ പ്രത്യേകത അത് മാറാത്തതാണ്. എബ്രായർ 6:17 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്നു തൻ്റെ ആലോചന മാറാത്തതാണ്. എഫേസ്യർ 1:11 വായിക്കുന്നു: തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ ദൈവം സകലവും പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം സകലവും പ്രവർത്തിക്കുന്നത് തൻ്റെ ആലോചന പ്രകാരം. യേശു കർത്താവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. പ്രവർത്തികൾ പുസ്തകം 4:28 വായിക്കുന്നു: സംഭവിക്കണമെന്ന് നിൻ്റെ കൈയും നിൻ്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ജനിക്കണം, ജീവിക്കണം, മരിക്കണം, മരിച്ചനന്തരം പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവചന നിവർത്തിയാണ്, ദൈവത്തിൻ്റെ ആലോചന. അതാ പറയുന്നത്, നിൻ്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ദൈവം നിവർത്തിച്ചിരിക്കും. അതെത്ര പ്രയാസമാണെങ്കിലും എത്ര പാടുള്ളതാണെന്ന് മനുഷ്യൻ പറഞ്ഞാൽ അത് നിവർത്തിക്കും. പക്ഷെ നമ്മൾ ആ ആലോചനയ്ക്ക് കീഴടങ്ങിയിരിക്കണം. ആ ആലോചന കേൾക്കുവാൻ നമ്മൾ കാത്തിരിക്കണം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വായിക്കുന്നു: എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നില്ലെന്ന്. 106 സങ്കീർത്തനം 13 വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അപ്പം നാം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കാത്തിരിക്കണം. ആലോചന സഭയിൽ നിൽക്കണം. യിരെമ്യാവിൻ്റെ പുസ്തകം 23 അധ്യായത്തിലാണ് ആ പദം നമ്മൾ
വായിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന സഭ. ആമേൻ. 23:18 വായിക്കുന്ന യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചനാ സഭയിൽ നിന്നവനാർ എന്ന് പറഞ്ഞാൽ, ആലോചനാ സഭയിൽ നിന്നവനാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസൻസിൽ നീ ഇരിക്കണം. ദൈവത്തിൻ്റെ പ്രസൻസിനകത്ത് നീ ഇരുന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പ്രസൻസിനകത്ത് നീ ഇരുന്നാൽ തമ്പുരാൻ തൻ്റെ ആലോചന നമ്മെ അറിയിക്കും. അത് പ്രാർത്ഥനാമുറിക്കകത്ത് നീ ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കെ, ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കെ, കർത്താവ് ഒരു വഴി കാണിച്ചു തരണമേ, എനിക്ക് ആലോചന പറഞ്ഞു തരണമേ എന്നും പറഞ്ഞ് ആലോചനാ സഭയ്ക്കകത്ത് നിൽക്കെ. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ കള്ളപ്രവാചകന്മാരെക്കുറിച്ചാണ് അവിടെ 23-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കാതെ മാനുഷിക ബുദ്ധിയിൽ നിന്ന് ആലോചന പറയുക. അപ്പോൾ അവർ പറയുന്ന ആലോചനയെക്കുറിച്ച് 22-ാം വാക്യത്തിൽ യിരെമ്യാവ് 23:22 പറയുന്നത് എന്താണെന്നറിയാമോ? അവർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആഘാത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. കണ്ടോ, പ്രവാചകന്മാർ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് പ്രവചിച്ചപ്പോൾ കർത്താവ് പറയും, എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ ആഘാത വഴിയിൽ നിന്ന് എൻ്റെ ജനത്തെ തിരിക്കുമായിരുന്നെന്ന്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് ആഘാത വഴിയിൽ നിന്ന് നമ്മൾ തിരിക്കുക, ദൈവത്തിങ്കിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരിക, വചനത്തിങ്കിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരിക. പക്ഷേ ഇവിടെ വായിക്കുക ആലോചനാ സഭയിൽ നിന്നില്ലെന്ന്. അത് നമ്മുടെ ജീവിതത്തിലും അത് പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കണം. ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കരുത്, എവിടെ പോകണം, എവിടെ പോകരുത്, എന്ത് തീരുമാനം ജീവിതത്തിൽ എടുക്കണം. അഭിപ്രായം കേട്ടിട്ടാണോ പോകേണ്ടത്? ആലോചന കേട്ടിട്ടാണ്. ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് പോകണം. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തീരുമാനമെടുക്കണം. ഓരോ നിമിഷവും, ഏതെങ്കിലും സുപ്രധാന കാര്യങ്ങൾ മാത്രമല്ല, ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. അതാണ് യോഹന്നാൻ 16:13 യേശു പറഞ്ഞത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ അറിവിന് പരിധിയുണ്ട്, ബുദ്ധിക്ക് പരിധിയുണ്ട്, ജ്ഞാനത്തിന് പരിധിയുണ്ട്, പരിചയസമ്പത്തിന് പരിധിയുണ്ട്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അറിവിന് പരിധിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്, നമ്മുടെ പ്രാപ്തിക്ക് പരിധിയുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ പറയുന്നത് കേട്ട് പല തീരുമാനവും എടുക്കരുതേ. മനുഷ്യൻ്റെ അഭിപ്രായം കേട്ട് നീ ക്ഷീണിച്ചു പോകരുത്. മനുഷ്യൻ്റെ അഭിപ്രായം കേട്ട് നീ വാടിപ്പോകരുത്. അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ, അയ്യോ ഇവരങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് നീ തീരുമാനം എടുക്കരുത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നീ കീഴടങ്ങിയിരിക്കണം. ചുറ്റുപാടും മുഴുവൻ കേൾക്കുന്നത് നെഗറ്റീവായ അഭിപ്രായങ്ങളാണെങ്കിലും നീ ദൈവാലോചനയ്ക്ക് കീഴടങ്ങിയിരുന്നാൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. പുതിയ നിയമത്തിൽ ഏറ്റവും ശക്തമായ കാര്യം, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുക. എന്തിനാ? നല്ല ആലോചനക്കാരൻ, നല്ല അഡ്വക്കേറ്റ്, നല്ല പരോക്ലീറ്റോസായ പരിശുദ്ധാത്മാവിനെ, നല്ല സഹായകനായ പരിശുദ്ധാത്മാവിനെ, വഴികാട്ടിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക. ആ ബന്ധത്തിനകത്ത് നിന്നാൽ, ആ വിശുദ്ധിക്കകത്ത് നിന്നാൽ, ആ വചനത്തിനകത്ത് നിന്നാൽ ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. തലമുറകളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചനക്കാരനായ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. ആമേൻ. യേശു കർത്താവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രവചനാത്മാവിൽ എഴുതി വച്ചിരിക്കുക. പ്രവാചകൻ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. യേശുവിനെക്കുറിച്ച് അവൻ അത്ഭുത മന്ത്രിയാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്ന വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അത്ഭുത മന്ത്രി എന്ന അർത്ഥമുണ്ട്, അപ്പോൾ തന്നെ കൗൺസിലർ, വണ്ടർഫുൾ കൗൺസിലർ. എന്താ കൗൺസിലർ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഒരു അർത്ഥം എ സീനിയർ ഓഫീസർ ഇൻ ദ ഡിപ്ലോമാറ്റിക് സർവീസ്, അധികാരത്തിലിരിക്കുന്ന ഒരു സീനിയർ ഓഫീസർ. അപ്പോൾ തന്നെ മറ്റൊരർത്ഥം എ പേഴ്സൺ ട്രെയിൻഡ് ടു ഗീവ് ഗൈഡൻസ് ഓൺ പേഴ്സണൽ, സോഷ്യൽ ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഗൈഡൻസ് പറഞ്ഞു തരുന്ന ഒരാൾ യേശു കർത്താവ്. ആമേൻ. പുതിയ നിയമസഭയിലെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഗൈഡൻസ് സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തു. കർത്താവ് അവരോട് അരുളി ചെയ്തു, ധൈര്യത്തോടെ നീ പ്രസംഗിക്കുക, ആരും നിന്നെ ദോഷപ്പെടുത്തുകയില്ല. പ്രത്യേകിച്ച് പൗലോസിനോട്. അതാണ് ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായം 1-2 വാക്യത്തിൽ പൗലോസ് പറയുക, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. 2-ാം വാക്യം പറയാം, ഞാനൊരു
വെളിപ്പാടനുസരിച്ചാണ് പോയത്. എൻ്റെ ഇഷ്ടപ്രകാരം ആരെങ്കിലും പറഞ്ഞിട്ടുമല്ല പോയത്, വെളിപ്പാടനുസരിച്ചാണ് പോയത്. ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി? അത് കർത്താവ് കൊടുത്തതാണ്. ആമേൻ. ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, വചനങ്ങളിലൂടെ നമ്മളോട് ഇടപെടുന്നൊരു ദൈവമുണ്ട്. തൻ്റെ ആലോചനയാൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. 73 സങ്കീർത്തനത്തിൽ അതാണ് പറയുന്നത്, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. അതേ പ്രിയരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴടങ്ങിയിരിക്കാമോ? ദാവീദിനെക്കുറിച്ച് പറയുന്നത്, താൻ ശുശ്രൂഷ ചെയ്തു. ദാവീദ് ശുശ്രൂഷക്കാരൻ, മിനിസ്റ്ററായിരുന്നു, ദൈവത്തിൻ്റെ മിനിസ്റ്ററായിരുന്നു. പ്രവർത്തികളുടെ പുസ്തകം 13 അധ്യായത്തിൽ 36 വാക്യത്തിൽ വായിക്കുന്നത്, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. അപ്പോൾ ദാവീദിനെക്കുറിച്ച് പരാമർശിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ ബഹുമാനത്തോടെ ഞങ്ങൾ നിങ്ങളോട് പറയാം, മനുഷ്യൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യരുത്. മനുഷ്യൻ പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, പല ആലോചന പറഞ്ഞുകൊണ്ട്, പല അഭിപ്രായങ്ങൾ നമ്മളോട് പറയും, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്. പക്ഷേ ദാവീദിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന കണ്ടോ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് താൻ ശുശ്രൂഷ ചെയ്തെന്ന്. ആമേൻ. വിളിച്ചത് ദൈവമാണോ? വേർതിരിച്ചത് ദൈവമാണോ? വിശുദ്ധീകരിച്ചത് ദൈവമാണോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പുണ്ടോ? വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പാണോ? എന്നാൽ വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. വ്യക്തികളെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്, സംഘടനകളെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്, സമുദായത്തെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്. വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ആമേൻ. പഴയ നിയമത്തിൽ പല പ്രാവശ്യം ദൈവജനത്തിൽ നിന്ന് കോട്ട് ചെയ്ത ഒരു സംഭവം ഈ ഒരു സന്ദേശത്തോടുള്ള ബന്ധത്തിൽ വളരെ നിയോഗത്തോടെ ഞാൻ കൈമാറാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 13 അധ്യായത്തിൽ യൊരോബെയാം രാജാവിൻ്റെ അടുക്കൽ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. യൊരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോഴാണ് ബേഥേലിലേക്ക് യഹൂദയിൽ നിന്ന് ഒരു പ്രവാചകൻ കടന്നു വന്നത്. ആ പ്രവാചകൻ വന്നിട്ട് ആ യാഗപീഠത്തോട് അരുളി ചെയ്യുകയാണ്. യഹോവയുടെ കൽപ്പനയുണ്ടായിട്ട് യാഗപീഠത്തോട് അരുളി ചെയ്യുകയാണ്. അങ്ങനെ യാഗപീഠത്തോട് അരുളി ചെയ്ത അനന്തരം വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ആ യാഗപീഠം പെട്ടെന്ന് പിളർന്ന് ചാരം തൂങ്ങിപ്പോയി. ഇത് കണ്ട് യൊരോബെയാമിന് ദേഷ്യം വന്ന് അദ്ദേഹം പറയുകയാണ്, അവനെ പിടിക്ക്, ആ പ്രവചിച്ച പ്രവാചകനെ പിടിക്കുക. ആ പ്രവാചകൻ പ്രവചിച്ചപ്പോഴാണ് അവിടെ അങ്ങനെ സംഭവം ഉണ്ടായത്. ആ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അവിടെ സംഭവിച്ചത്, അവൻ്റെ കൈ വരണ്ടുപോയി. അതുപോലെ കൈ നീട്ടിയപ്പോൾ അതുപോലെ അങ്ങ് നിന്ന്, ആ കൈ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാജാവ് ആ പ്രവാചകനോട് അപേക്ഷിച്ചു. അങ്ങനെ ആ രാജാവിൻ്റെ കൈ തിരികെ മടങ്ങി വന്നു. അപ്പോൾ രാജാവിന് ആ പ്രവാചകനോട് ഇഷ്ടം തോന്നിയിട്ട് രാജാവ് പറയുകയാണ്, നീ എൻ്റെ അരമനയ്ക്കകത്ത് വന്നാൽ അല്പം ആശ്വസിക്കണം, ഞാൻ നിനക്ക് സമ്മാനം തരാമെന്ന്. അപ്പോഴാണ് ആ പ്രവാചകൻ തിരിച്ചു പറയുന്ന വളരെ ചിന്തനീയമായ ഒരു വാക്യം. 13:9 പ്രവാചകൻ രാജാവിനോട് പറയുകയാണ്, തൻ്റെ അരമനയ്ക്കകത്ത് കടന്നു വന്ന് പാർക്കണമെന്ന് പറഞ്ഞ ആ രാജാവിനോട് പറയുകയാണ്, ഈ സ്ഥലത്ത് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയരുത് എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരിക്കുന്നെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്കുണ്ടായിട്ടുണ്ട്. ഈ സ്ഥലത്തുനിന്ന് കഴിക്കരുത്, കുടിക്കരുത്, വന്ന വഴിയെ മടങ്ങാതെ വേറെ വഴി പോകണം. അങ്ങനെ ആ മനുഷ്യൻ വേറെ വഴി പോയി. അപ്പോഴാണ് ബേഥേലിൽ വേറൊരു പ്രായം ചെന്ന പ്രവാചകനുണ്ട്. ആ പ്രായം ചെന്ന പ്രവാചകൻ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവൻ്റെ പുത്രന്മാർ വന്ന് തന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യനെ നമ്മുടെ അടുത്ത് കൊണ്ടുപോവാ, അവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രവാചകനെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ഇല്ലയോ, എനിക്ക് വരാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ നിന്ന് കഴിക്കുകയും കുടിക്കുകയും വന്ന വഴിയെ പോകരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വൃദ്ധനായ പ്രവാചകൻ പറയുക, ആ നാട്ടിലുണ്ടായിരുന്ന വൃദ്ധനായ പ്രവാചകൻ ഭക്ഷണത്തിന് ഇൻവൈറ്റ് ചെയ്ത അദ്ദേഹം പറയാം, ഞാനും നിന്നെപ്പോലൊരു പ്രവാചകനാകുന്നു. 18 വാക്യത്തിൽ കണ്ടോ,
ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകൻ ആകും. ഇത് കേട്ടപ്പോൾ തന്നെ ഗസ്റ്റായിട്ട് വന്ന പ്രവാചകന് പകുതി വിശ്വാസമായി. അടുത്ത പറയുക, അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടത് നീ അവനെ നിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ ഭോഷ്കായിരുന്നു. നോക്കിക്കേ, ദൈവം അയച്ചിട്ട് വലിയ അടയാളങ്ങൾ ചെയ്തൊരു പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ വന്ന വഴിയെ പോകരുതേ, ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് കേട്ടോ. പക്ഷേ ആ രാജ്യത്തെ പ്രവാചകൻ വന്നിട്ട് ഭോഷ്ക് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിച്ചു പോയി. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടിരുന്നില്ല, മനുഷ്യൻ്റെ അഭിപ്രായത്തിന് കീഴ്പ്പെട്ടു. ഞാനൊരു പ്രവാചകനാണ്, എനിക്ക് അരുളപ്പാട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിനെ വിവേചിക്കാനോ അത് ദൈവസന്നിധി വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാനോ ദൈവശബ്ദം കേൾക്കാനോ ആദ്യം കേട്ട ദൈവശബ്ദത്തിന് കീഴടങ്ങാനോ ഈ പ്രവാചകന് കഴിഞ്ഞില്ല. ഒടുവിൽ സംഭവിച്ചത് നമുക്കറിയാം. ഈ പ്രവാചകൻ സിംഹം അദ്ദേഹത്തെ കടിച്ചു കീറിയപ്പോൾ തന്നോട് ഭോഷ്ക് പ്രവചിച്ച പ്രവാചകൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, അവൻ യഹോവയുടെ വചനം മറുത്ത് ദൈവപുരുഷൻ തന്നെ എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യൻ ഇന്ന് പറഞ്ഞ വാക്ക് നാളെ മാറ്റി പറയും. അവർ പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ അവർ മാറ്റിപ്പറയും. എന്നാൽ ദൈവം പറഞ്ഞ ആലോചന മാറാത്തതാണ്, നിത്യമാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആരൊക്കെ കീഴടങ്ങിയിരിക്കുന്നു അവരെല്ലാം സഹായിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയുടെ സന്നിധിയിൽ കടന്നു വരിക. വണ്ടർഫുൾ കൗൺസിലറായ യേശുവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. സകല സത്യത്തിൽ ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. അങ്ങയുടെ ആലോചന മാറാത്തതാണല്ലോ. അങ്ങയുടെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരമാണല്ലോ അങ്ങ് സകലതും പ്രവർത്തിക്കുന്നത്. ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ പൗലോസ് ദൈവാലോചന പ്രകാരം യാത്ര ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴടങ്ങിയിരിക്കാനുള്ള കൃപ തരണേ. ആരും ഞങ്ങളെ തെറ്റിക്കാൻ കർത്താവ് സമ്മതിക്കരുതേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ.